വരൂ മേഡം. എനിക്ക് ഈ മുറി മതി രാധമ്മേ. ഇത് വളരെ ചെറിയ മുറിയല്ലേ മേഡം, സൗകര്യങ്ങൾ തീരെ കുറവാ. ഏയ്, ഇത് തന്നെ ധാരാളം. ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞില്ലേ രാധമ്മേ. ഇനി എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായൊരു മാറ്റം ഉണ്ടായല്ലേ പറ്റൂ. ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ ഒന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്തിച്ച എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഏതായാലും ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. രാധമ്മ ചെല്ലേ കേട്ടോ. ശരി മേഡം. ഇത് അവലോസുന്റെ അച്ചാറൊന്നും അല്ല വേണുവേട്ടാ, ഋതുമോൾ ഉപയോഗിക്കുന്ന ഷാമ്പുവും മറ്റുവാ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അല്ല, പണ്ട് നിനക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. കാലം മാറുന്നതിനനുസരിച്ച് എല്ലാവരും മാറില്ലേ വേണുവേട്ടാ, ഞാനും മാറി. അല്ല, വല്യമ്മ എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവർക്ക് ഗുളിക കഴിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും. അങ്ങ് തമിഴ്നാട്ടിലും ഹൈദരാബാദിലും ഒക്കെ ഞാൻ സർവീസിന് പോകുമ്പം സർവീസ് അറിയാലോ, സീപ്പർ സർവീസ്. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വെച്ച് അങ്ങ് ഒരു പലഹാരം ഉണ്ടാക്കി വെക്കും. ആര്? ചേട്ടൻ ഭാര്യരാശം പിള്ളാശൻ, മൈ ഹസ്ബൻഡ്. ഒരിക്കല് അങ്ങേരുണ്ടാക്കി വെച്ചത് ഗുണ്ടുബോണ്ട. എന്ത് പോണ്ട? ഗുണ്ടുബോണ്ട ഒത്ത കൊമ്പനാനയുടെ ആനപ്പിണ്ടം പോലെ ഇരിക്കും. ഇത്രയും ഓരോ ബോണ്ടയുടെ നടുവിൽ ഇതേ ഇങ്ങനെ ഒരു വടിയുണ്ട്. ഇതിങ്ങനെ കുത്തിയെടുത്ത് തിന്നാൻ. അത് എളുപ്പത്തിൽ തിന്നാനുള്ള ഒരു ഉഡായിപ്പ് പണിയാണ്. അതാവുമ്പം ഇങ്ങനെ പിടിച്ചു കഴിക്കാം. ഉദുമാമ്പേട്ടയിൽ വെച്ച് എന്നെ പോലീസ് പിടിച്ചു. പെട്ടി പരിശോധിച്ചപ്പം അതിൽ ബോംബ് കണ്ടെത്തി. ചൂരലുകൊണ്ട് കുറെ അടിയും തന്ന്. ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു അത് ബോംബല്ല, ഗുണ്ടുബോണ്ടാണെന്ന്. അങ്ങനെയാണ് തമിഴ്നാട്ടില് ബോണ്ടയ്ക്ക് ഇപ്പൊ ഗുണ്ടുബോണ്ട എന്ന പേര് വന്നത്. കെട്ടുകഥയാണെങ്കിലേ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്റെ പൊന്നു രാധമ്മേ, പെട്ടിയിൽ പലഹാരങ്ങൾ വെച്ച് കൊച്ചുങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ദാണ്ടാ, പ്രത്യേകിച്ച് ഉണ്ണിയപ്പം ഒന്നും വച്ചേക്കരുത്. അയ്യോ, ഒരു ഉണ്ണിയപ്പ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. ഈ കളവിക്ക് കുറച്ചുകൂടി വെച്ചോളമ്പി കൊടുക്കടി. കണ്ടില്ലേ അന്നം കൊടുക്കുന്ന കഴിച്ചിട്ട് കടിക്കണത്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ വേണുവേട്ടാ, എന്റെ മനസ്സ് ദൈവം കാണുന്നുണ്ട്. ആ അബോർഷൻ നടക്കാനുള്ള കെമിക്കൽ കൊടുത്തത് ഞാനാണെന്ന് എനിക്കും രുക്മിണിക്കും മാത്രമേ അറിയൂ. അല്ല, ശ്രീലക്ഷ്മി ഇപ്പോഴും നിങ്ങളോട് ശത്രുതയിലാണോ? ഇവര് ഭാഗ്യമാതാവും ഭാഗ്യപിതാവുമാണ്. ഇങ്ങനെ തലതെറിച്ച മോള്. ആ ശ്രീലക്ഷ്മിയെ കണ്ടാലറിയാം, അവളുടെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് അഹന്ത. ഇങ്ങനത്തെ മക്കളുണ്ടായ മാതാപിതാക്കൾ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും. ശരിയാ, ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ദീപക് നാട്ടിൽ നടന്ന് ഇത്രയും ഗർഭക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അംബികാമായിട്ട് എന്താ കെട്ടിത്തൂങ്ങി ചാവാത്തത്? ഈർക്കില് കൊടുത്ത് ഇരുമ്പ് വടിക്ക് അടി വാങ്ങിച്ച്. അയ്യോ, പോലീസ്! നിക്ക്, പോലീസിനെ കണ്ടോണ്ട് അമ്പി എന്തിനാ മുങ്ങുന്നേ? അതെ, എനിക്ക് പരിചയമുള്ള പോലീസാ. ഓ,
ഞാൻ എന്താ എവിടെയെന്ന് അവര് ചോദിക്കും. എന്താ അല്ല പോലീസ് ജയനെ തിരക്കി വന്നേക്കണം. നിക്ക്. എന്താ സാർ? ഞാൻ ആ ജയനെ അന്വേഷിച്ച് വന്നതാ. അയാൾ ഇതിനകത്തുണ്ടോ? ആ, ജയൻ എന്റെ അളിയനാ. താമസം ഇവിടെ തന്നെയാ. പക്ഷേ ആളിപ്പോ ഇവിടെ ഇല്ല. എവിടെ പോയി? ചേട്ടാ പുറത്ത് പോലീസ്. എന്നാ നീ ഇവിടെ ഇരിക്കണ കാശെടുത്ത് മാറ്റിക്കും. എന്നെ പിടിച്ചാൽ ഒരു ചില്ലി പൈസ അമ്മ കിട്ടരുത്. എന്തായാലും കായലിലോ കടലിലോ വീണാലും ഞാൻ രക്ഷപ്പെടും. ഇതിനകത്ത് വലിയേറി ഞാൻ നീന്താൻ പഠിച്ചിട്ടുണ്ട്. ചെല്ല്. അതറിയില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ആള് വന്നിട്ടില്ല. അവൻ മുങ്ങി നടക്കുക. മര്യാദയ്ക്ക് സ്റ്റേഷനിൽ ഒന്ന് സറണ്ടർ ആയിക്കോളാൻ പറഞ്ഞോണം. ഇല്ലെങ്കിൽ അവനെ കൈ കിട്ടിയാ ആ വൈരാഗ്യം കൂടി ഞങ്ങളങ്ങ് തീർക്കും. പറഞ്ഞേക്കാം. എന്താ മോനെ പ്രശ്നം? തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അനന്തംപിള്ള പണം ഒഴുക്കുമായിരുന്നമ്മേ. ആ കാശൊക്കെ കൊണ്ടു നടന്ന് വിതരണം ചെയ്തത് അളിയനും ആ പൊടിയാടിയും കൂടിയാ. പൊടിയാടി അകത്തായി.